നമ്മളിപ്പോ എത്ര ദൂരം വന്നിട്ടുണ്ടാവും? ദൂരം എന്ന് പറയുമ്പോൾ ഫർലോങ്ങോ കിലോമീറ്ററോ അതോ പഴയ ആൾക്കാർ പറയുന്ന പോലെ കാതോ? കാതോ ആ എന്ന് പറഞ്ഞ ചെവിയല്ലേ? ചെവിയല്ല, കാതം. കാതം കേട്ടിട്ടില്ലേ? ഈ 1000 കാതം അകലെയാണെങ്കിലും മായാതെ മെക്ക മനസ്സ് നിപ്പൂ. ഒരു കാതം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 16 കിലോമീറ്റർ. തെറ്റി. എന്ത്? മക്കയ്ക്ക് ഇവിടുന്ന് വെറും 4060 കിലോമീറ്ററിലേ ഉള്ളൂ. 1000 കാതം എന്ന് പറഞ്ഞാൽ 16,000 കിലോമീറ്റർ. പോവാം, പക്ഷെ എങ്ങോട്ട്? നമുക്ക് വടക്കോട്ടല്ലേ പോകേണ്ടത്. വടക്കേതാന്ന് എങ്ങനെ അറിയും? മൂപ്പരയാണെങ്കിൽ ഒട്ട് കാണാനും ഇല്ല. ഇതെന്താ സ്ക്രൂ ഡ്രൈവർ സാധനങ്ങളൊക്കെ ആയിട്ട്? ഇതെന്താ മാൻ വേഴ്സസ് വൈൽഡോ? മാൻ വേഴ്സസ് വൈൽഡ്? അതെന്താ? അത് ബെയർ ഗ്രിൽസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളുടെ ടിവിയിൽ വരുന്ന ഷോ ആണ്. യു തിങ്ക് ദിസ് ഇസ് എ ഗെയിം? നിങ്ങളുടെ എല്ലാവരെയും പേഴ്സണൽ വെന്റാറ്റ തീർക്കാനുള്ള സ്ഥലമാണെന്ന് വിചാരിച്ചു ഇത്. ഇഫ് യു ഡോണ്ട് നോ, US അവരെല്ലാവരും നിങ്ങളെല്ലാവരിനേക്കാളും കൂടുതൽ ഹരീനെയാണ് വാല്യൂ ചെയ്തിട്ടുള്ളത്. They even value him more than me. If anything happens to him, jobs are at stake. നിങ്ങൾ അവന്റെ വീട്ടിൽ വിളിച്ചു നോക്കിയോ? അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഹരി പരവൂർ ഇറങ്ങിയെന്നാണ്. ബാഗേജ് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. പറവൂർ ഇവിടെ അടുത്തല്ലേ? അത് ആ പറവൂരല്ല, കൊല്ലത്തിനടുത്തുള്ള പരവൂരാ. You mean Koilon? Yeah. I don't care if it's Parur or Paramikulam. You better go find him right now. നിങ്ങൾ എങ്ങനെ പോകും? അപ്പന്റെ ബുള്ളറ്റ് ഉണ്ട്. എന്റെ 2 വീലറും ഉണ്ട്. So what are you waiting for? Go! അല്ലെങ്കിൽ wait. I'm coming. ഈ കയറ്റമൊക്കെ കയറാൻ പറ്റുമോ സർ? ഒരുപാട് കുന്നും മലയും കയറിയിട്ടുള്ള ശരീരമാണ്. എന്താ സാർ? ഓടിയത്? നീ ഇട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇട്ടിട്ടുണ്ടോടാ? ഡാടാ ഇട്ടിട്ടുണ്ടോന്ന്? എന്ത്? ഷഡ്ഡി ബോക്സർ ഇട്ടിട്ടുണ്ട്. കാണിച്ചു കൊടുക്കടാ എന്നതാ ചെയ്യേണ്ടത്. അനീഷേ എഴുന്നേക്കടാ, അങ്ങോട്ട് മാറി നിൽക്കടാ, അഴിക്കടാ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്നാത്രടാ നീ ഓടിയത്? അനീഷേ എന്നതാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം സാർ. എന്നതാ ഞാൻ ചോദിക്കുമ്പോ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഈ ബാഗിൽ എന്നാടാ? അത് അനീഷേ താടാ.
മെഡിക്കൽ റെപ്പാന്നാ തോന്നുന്നു സാറേ. ആന്നോടാ? ഒറ്റ ചവിട്ട് വെച്ചെന്നാലുണ്ടല്ലോ. എണീക്കടാ പോലെയാടി മോനെ. അഴിക്കടാ അഴിക്കടാ റപ്പേ. ആഹാ, ഇതുവഴി പോയാ കോട്ടയത്തെത്താവുന്ന ഒരാൾ പറഞ്ഞു, അതാ ഇതിലേ വന്നത്. എടോ അനീഷേ, സാർ, ഇതുവഴി പോയ കോട്ടയോ? ഇതുവഴി പോയാ മൂന്നാറ്, തേനി, കമ്പം, പിന്നെ കുറച്ചുകൂടി പോയാ ബംഗാൾ ഉൾക്കടല്. ഓവറാ കേട്ടോ. സാർ, ആളാരാ? ആം, മോന അപ്പോ താനാരാ? മോളാ? ഞാൻ ആ, അതെ. ഇന്നിനിപ്പോ എങ്ങനെ കോഴിക്കോട് വരെ എത്തും? അത് കൊല്ലത്തുനിന്ന് ഇതുവരെ എത്തിയില്ലേ, അതുപോലെ. കോട്ടയം വരെ ഇവിടുന്ന് ഒരു വണ്ടി പോകുന്നുണ്ട്. എന്താ പോണോ? ആ, ബ്രോ, തൻ്റെ ചെയ്യേണ്ട വല്ല വിവരമുണ്ടോ? ഇല്ലടാ. എന്താണ് ആക്ച്വലി എന്താണ് പുള്ളിക്ക് പറ്റിയത്? ഇന്നലെ ഓഫീസിൽ നിന്നൊക്കെ പറഞ്ഞ് പോയതാ. കോൺഫിഡൻസ് എന്തൊക്കെയോ. ഇപ്പം ആള് മിസ്സിങ് ആണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോണോ? പക്ഷെ പോലീസിനെയും പട്ടാളത്തേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പോലീസും പട്ടാളൊക്കെ അവിടെ നിൽക്കട്ടെ, അവര് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തൻ്റെ ചേട്ടനാ നമുക്ക് കണ്ടുപിടിച്ചാലാ. എങ്ങനെ? ഇവിടുന്ന് ഇനി എങ്ങനെയാണാവോ? ഞാനിപ്പോ വരാം. ഇന്ത്യൻ ഭരണഘടനയിൽ എനിക്ക് പരിപൂർണ വിശ്വാസമാണ്. എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഗൂഢാലോചനയാണെന്നും എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്ന് ഞാനും എന്റെ പാർട്ടിയും അണികളും അടിയുറച്ച് വിശ്വസിക്കുന്നു. വകുപ്പിൽ എന്തെങ്കിലും അഴിച്ചോടി Sir, if the court proves otherwise, will you approach the High Court? The court won't prove. Otherwise, I am very sure about that. ഇങ്ങനെ ഒരു ഹർത്താൽ ദിവസം സാറിന് ഇവിടെ എത്താൻ ബുദ്ധിമുട്ടായോ? ഞാൻ ഇന്നലെ ഇവിടെ എന്റെ വീട്ടിലുണ്ടായിരുന്നു. ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ. ഹർത്താലൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. സാർ ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഇതാരാ? എനിക്കറിയില്ല സാർ. ഞാൻ എറണാകുളത്തേക്കാ. കളപ്പുരയ്ക്കൽ ബിഷപ്പ് ഹോസ്പിറ്റലാന്നേ. അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടുവരണം. ഞങ്ങള് 3 ആളുണ്ട്. ഞങ്ങളെ കൂടെ ഒന്ന് കൂടെ കൊണ്ടുപോവോ? താങ്ക് യു സർ. ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. കോഴിക്കോട് എവിടെയാന്നാ പറഞ്ഞേ? രാമനാട്ടുകര. അതങ്ങ് മലപ്പുറം ജില്ലയിലല്ലയോ? ബോർഡർ. വളരെ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് കോഴിക്കോട് എത്താനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ. സാറേ, അവിടെ റോഡ് ബ്ലോക്കാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ വരെ പോവുകയല്ലേ? ഇല്ല സാർ. എന്നതാ മോളുടെ പേര്? നാരായണി. ഇയാളുടെയോ? ഹരികൃഷ്ണൻ. എന്നതാ ചെയ്യുന്നേ? എംബെഡഡ് FPGA ആർക്കിടെക്ട്. ഓ, നമ്മുടെ ഫ്യൂച്ചർ. മോളെന്നതാ ചെയ്യുന്നേ? ഞാനൊരു സോഷ്യൽ വെൽഫെയർ ട്രെയിനിയാണ്, തിരുവനന്തപുരത്ത് ഒരു NGOയുടെ കൂടെ. ഏത് NGO? സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഹെൽത്ത്. അതെ. മുല്ലശ്ശേരി കനാൽ വഴി വല്ലതും പോയിട്ടുണ്ടോ? എന്തൊരു പൊല്യൂട്ടഡാ സാർ. അതല്ല, ഏർപ്പാടാക്കി കഴിഞ്ഞു. ഇയാൾ പത്രം ഒന്നും വായിക്കാറില്ലേ? അല്ല. സാറേ, അവിടെയും റോഡ് ബ്ലോക്കാ. ഓ, എടാ ഓവേ, താൻ വണ്ടി പാലാക്കി തിരിച്ചു വിട്ടേ. തിരുമേനി പിന്നെ കാണാം. അല്ല, അപ്പൊ ഞങ്ങള്. ഓ, അപ്പൊ ഇവരുടെ കാര്യം എന്നതാ ചെയ്യുന്നേ? നമുക്കിവിടെ ഈ റോഡിലിറങ്ങാൻ സാർ, തൊട്ടടുത്ത ജംഗ്ഷൻ. ആ, അതാ. അല്ല, അവിടുന്ന് താനൊരു കാര്യം ചെയ്യും, ഒന്ന് വിളിച്ചൊരു പോലീസ് ജീപ്പ് പറയും ഇവർക്ക് പോകാൻ വേണ്ടി. ആ, ഇനി എത്ര നേരം നടക്കണാവോ? ആവശ്യമില്ലാത്തവരെ കുസർ ചോദ്യം ചോദിച്ച് ഉള്ള വണ്ടി കൊണ്ടേ കളഞ്ഞു. പോട്ടെ, സാരമില്ല സാരമില്ല. ഹരി എന്തായാലും രക്ഷപ്പെട്ടു. എറണാകുളം വരെ എത്തി. ഇനി നടന്നായാലും വീട്ടിലേക്ക് പോവാലോ. നമസ്തേ.
ഇവിടെ ഒരു വണ്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. എന്തിന്? ഞങ്ങൾക്ക് പോവാൻ. നിങ്ങൾക്ക് പോവാനോ? ആ, മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞില്ലേ? മിനിസ്റ്ററോ? ആ, ഏത് മിനിസ്റ്റർ? ഹെൽത്ത് മിനിസ്റ്റർ. അദ്ദേഹത്തിന്റെ വണ്ടിയിലാണ് ഞങ്ങൾ ഇവിടം വരെ. മിനിസ്റ്ററുടെ ആരാ? മിനിസ്റ്ററുടെ മിനിസ്റ്റർ പഠിപ്പിച്ച മാഷ. ഓ വണ്ടി ഒന്നുകൂടെ കിടപ്പുണ്ട്, പക്ഷെ അത് ഓടില്ല. അതൊന്ന് ശരിയായി കിട്ടിയാ എയർപോർട്ട് വരെ ഡ്രോപ്പ് ചെയ്യാം. ശ്ശെ. വണ്ടി സ്റ്റാർട്ടായി. താനാള് കൊള്ളാലോ. ശരി. ഇയാൾ വരുന്നു. ഹരി അപ്പൊ വീട്ടിലേക്കല്ലേ? ഇല്ല, ഞാനും വരാം. കോഴിക്കോട്ടേക്കോ? ഇവിടെ ഇറങ്ങിക്കോളൂ. മിനിസ്റ്ററോട് എൻ്റെ പ്രത്യേക അന്വേഷണം പറയണം. വലിയ ഉപകാരം. ആയിക്കോട്ടെ. അത് പോയി. അതും പോയാ? ഉം. നിങ്ങളെങ്ങടേക്ക് പോണേ? കോഴിക്കോട്. ഞാൻ ചാവക്കാട്ടേക്കാ. ഓ, ഞാൻ എനിക്കൊരു മോനുണ്ടായേ. ഓഹോ. ഞാൻ രാവിലെ ദുബായിൽ നിന്നുള്ള ഫ്ലൈറ്റിന് വന്നതാ. ആ. എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വണ്ടിയെല്ലാം വരുന്നുണ്ട്, പക്ഷെ അത് ഈ ഹർത്താലാരെ എവിടെയാണ്ട് പിടിച്ചു വെച്ചേക്കാ. ഞാൻ സ്റ്റേഷനിലും പോയി നോക്കി, ട്രെയിനും ഇല്ല. ഈ ഹർത്താലൊക്കെ എന്ന് തീരോ? ഒന്ന് വേണം അകടി. ഓരോ ഇന്ത്യൻ പൗരനും ഹർത്താൽ നടത്താനുള്ള അവകാശമുണ്ട്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഒരു പൗരന് മറ്റൊരു പൗരന്റെ റൈറ്റ് ഓഫ് മൂവ്മെന്റ് ഒബ്സ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതും ശരിയാണ്. ഇതൊരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് ആരും കണക്കാക്കുന്നില്ലല്ലോ. ഇതൊരു ആഘോഷമല്ലേ, അവധി. അവിടെ എന്നിട്ട് ഒറ്റ വണ്ടി കിട്ടുന്നില്ല. ബന്ധല്ലേ സുഹൃത്തെ? ഇവിടെ നിന്നാ ഇനി കിട്ടുമോ? ഞങ്ങളും അത് തന്നെയാ. എന്താ വഴി നോക്കി നിൽക്കുക. വേഗം കേറണ്ടേ ബർണാജ് മുന്നേ. എല്ലാവർക്കും ഉണ്ടാവില്ലേ? ഹരിമാഷൻ എന്താ പരിപാടി? എംബെഡഡ് FPGA ആർക്കിടെക്ട്. ഈ മീൻ പിടിക്കാനായിട്ട് എന്തെങ്കിലും ടെക്നോളജി ഇല്ലേ? കുറച്ചൊന്ന് ഇരുന്നിട്ട് പോ. ഹരി, ഹരിമാഷൻ ഇരിക്കിഷ്ട പറ്റിച്ചേ. ഇതെവിടുന്ന ഇപ്പോ? எங்க போற? குழந்தை இப்படி தனியே விடலாமா? இல்ல, அங்க ஒரு வேலையா இருந்தேன், அதான் கவனிக்கல. பேலி, அம்மா கிட்ட போமா. அம்மா கிட்ட போ. அம்மா கிட்ட போயிரு. என்ன எல்லாரும் பேக்கும் கையுமா ரொம்ப தூரத்துல இருந்து வர மாதிரி தெரியுது. ഞങ്ങള് வாங்க, என் வீடு இங்கதான் இருக்கு. அங்க போலாம். வாங்க வாங்க, கம் வாங்க, இங்கதான் இருக்கு. வாங்க കേറിയിട്ട് വരാം. வாங்க வாங்க. பந்து வாங்க வாங்க வாங்க. எல்லாரும் எங்க போயிட்டு இருக்கீங்க? நாங்க அர்ஜென்ட்டா காலிக்கட்டு வரைக்கும் போகணும். மனைவி உடம்பு சரியில்ல. ஓ ஓ ஓ. வண்டியில் டீசல் கம்மியாக இருக்குது. இங்கே பெட்ரோல் டீசல் எதுவும் கிடைக்கிறது இல்லை. வேணா ஒன்று பண்ணலாம். இந்த வண்டி எவ்வளோ தூரம் போதோ அவ்வளோ தூரத்தில் உங்களை வேணா நான் இறக்கி விட்டுறேன். ஆ தம்பி, உங்கள் பேர் என்ன? വ്യോംകേഷ്. ஓ, இது என் ஒய்ஃப் லஜ்ஜோ, இது என் பொண்ணு பியாலி. ஓ, വ്യോംകേഷ്. ശരദേന്ദു ബന്ദ്യോപാധ്യായ നോവലിലെ உங்க பேர்ல ஒரு டிடெக்டிவ் கேரக்டர் இருக்கு தெரியுமா? அப்படியா? டிடெக்டிவா? ஏன் பேர்லையா? ஆமா. சத்தியமா தெரியாதுங்க. டாடி, யூ கிரேட்.
அந்த வியோம்கேஷ் வேணா பெரிய ஹீரோ வந்திருக்கலாம். ஆனால் நான் இங்கே வந்ததுலேருந்து இதுதான் 3வது ஹர்த்தால். நேற்றுலேருந்து இங்கே தங்குற மாதிரி ஆச்சு. அப்போ நீங்க இங்க வந்துட்டு 1 மாசம் ஆயிடுமா? 1 மாதம் மேலே ஆயிடுச்சு. ஆக்சுவலாக 45 days, 45 நாள் மேலே ஆயிடுச்சு. உங்களை பார்த்தா நிறைய இடத்துல போயிட்டு வர்ற மாதிரி இருக்கே. ஆமாங்க. இந்த மாதிரி பெந்து வேற இடத்துல இருக்கா? இல்லையே. ஆனா அம்மா எங்க எல்லாம் போயிருக்கே? எல்லா தேவி கோயிலுக்கும் போகிறோம், போயிட்டுருக்கோம். என் ஒய்ஃபுக்கு தமிழ் தெரியாது, அவங்க கட்சி. எனக்கு கட்சி தெரியாது. तुम कई भाषा में बोलो, गुजराती माँ कच्ची माँ. कच्ची माँ. हाँ कच्ची माँ. आई केत्रो बोली चंदा. ओ ഞാൻ പേശ നിனைப்பதெல்லாம் നീ പേശ வேண்டும் ആളോടും നല്ലോടും உறவாட. വാ 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 വ്യോങ്കേഷ് പിയാലിക്ക് എവ്വളോ എത്തന വയസ്സ് എത്രയായി? இந்த சின்னிக்குட்டி எங்களுக்கு பிறந்தது குஜராத்தில் 4 வருஷத்துக்கு முன்னாடி. പിയാലി കളിക്കാനാവോ? ആദ്യേ ഇവർക്ക് പരസ്പരം സംസാരിക്കാൻ ഭാഷ അറിയില്ലെങ്കിൽ ഇയാള് എങ്ങനെയാ ഇവരെ ഇഷ്ടമാണെന്ന് അറിയിച്ചത്? അതൊന്ന് ചോദിക്കോ. വ്യോം சொல்லுங்க. நானி உங்ககிட்ட கேட்கணும்னு சொல்றாரு. கேளுங்க. நீங்க எந்த பாஷையில லஜ்ஜங்கிட்ட சொன்ன உங்க காதலை பற்றி? காதலுக்கு மொழி தடை இல்லை, அனுபவம் மட்டும்தான் முக்கியம். മനസ്സിലായോ? സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് അനുഭവിച്ചു തന്നെ അറിയണം. என்ன பார்க்குறீங்க? எதுக்கு 2 வாட்ச் கட்டிருக்கேன்னா, ஒன்று அவள் எனக்கு கிடைச்ச டைம், இன்னொன்று நாங்கள் 2 பேரும் சேர்ந்து வாழ்ந்துட்டு இருக்கிற டைம். ஓ சார், நான் இப்போ வரைக்கும் அவகிட்ட சேகையில் தான் பேசிகிட்டு இருக்கேன். நான் அவகிட்ட ஒன்று கேட்கணும். அதுக்கு முன்னாடி ഞാനൊന്ന് ചോദിക്കട്ടുമാ? சொல்லுங்க. ഈ ഭാഷ അറിയില്ലെങ്കിൽ കുട്ടി അപ്പൊ என்ன குடும்பம் முஸ்தபா இது? அதுக்கு எதுக்கு மொழி? எவ்வளவோ பண்ணிட்டோம், இதை பண்ண மாட்டோமா? ஆமா, என்ன என்ன கேட்கணும் லட்சம் கிட்ட? என்கிட்ட அவளுக்கு பிடிச்ச விஷயம் என்னன்னு கேட்டு சொல்லுங்க. அவ்வளவுதானே? அவ்வளவுதான். लज्जा एन नाम तमने सऊदी बाजारे सुख में छे? मुझे मेडे पसंद आए, उनमें मुझे गणे पसंद आए. ओ So cute. உங்க மீச தான் பிடிக்கும். ஓ அப்படியா? എന്റെ മാഷെ, ഈ വ്യോങ്കേഷിന്റെ ലജ്ജോന്റെ ഒരു കാര്യേ, ഭാഷ അറിയില്ലാന്ന്. അല്ല, ഒരു കണക്കിന് അത് തന്നെ നല്ല കേട്ടോ. തലയ്ക്ക് സ്വൈര്യം ഉണ്ടാവൂലോ. അല്ലെങ്കിൽ പിന്നെ ഭാര്യ നമ്മുടെ ഹരിമാഷിന്റെ പോലെ ആയിരിക്കണം, ഒന്നും മിണ്ടാത്തൊരു ടൈപ്പ്. ക്ഷീണിച്ചോ? നടന്നോ? മാഷിന് ഇപ്പൊ എത്ര വയസ്സായി കാണുന്നു? അടുത്ത വർഷം 1000 പൂർണ്ണയന്ത്രം വരെ കാണും. അപ്പോൾ 100 വയസ്സായി കാണൂലേ? 84. ഇനി ആ കണക്കും തെറ്റായിരിക്കുമോ ആവോ? ആ, അകത്തേക്ക് കയറട്ടാ. നിന്റെ സുന്നത്തൊക്കെ കഴിഞ്ഞൂടാ കുട്ടി സ്രാങ്കേ. വാ വാ, മാറാ.
വാ മാഷേ, ഓ ഓ വാ വാ ഇരിക്കി. ഓ നമസ്തേ. വാ ആണിയേച്ചേ, ഇരിക്കട്ടോ. അസീന, അസീന ഇരിക്കട്ടോ. ഉമ്മ അമ്പുസാക്ക് എത്തിയില്ലേ? വരുന്നേ ഉള്ളൂ. ദേവർക്ക് കുടിക്കാനെന്തെങ്കിലും എടുക്കട്ടോ. ഓ കം വാ കം കം ഇരിക്കെ. മോളെ, മോളുടെ പേരെന്താണ്? ജുബിന മുഹമ്മദ്. ജുബിന. ഇതാണ് ഹസീന, ഇതെന്റെ മോൻ. ആ വാപ്പ പറയാറുണ്ട് നാനേച്ചൂട്. കണ്ടോ കണ്ട നാനേച്ചിന് കണ്ടോ? ബാപ്പയെ കണ്ടോ? എന്തിനാ മാഷ ഇതൊരു ചടങ്ങ്. ഓ ശരി. ആ എടുക്കടാ. അങ്ങനെ ഹരി ഹരി കുട്ടിയെ നോക്ക്. Careful, careful. ഹരിമാമന്റെ മടിയിൽ മൂത്രം ഒഴിക്കരുതട്ടോ. വാ വാപ്പ എടുക്കാട്ടോ. അങ്ങോട്ട് കുടിക്കില്ലാട്ടാ. നിങ്ങൾ കുടിക്കേ. ആ അമ്പുസാക്ക, ഇത് എവിടെ അമ്പുസാക്ക? പിള്ളേര് പറഞ്ഞ് നിങ്ങൾ എത്തിയെന്ന് ചരക്കിറക്കാനുണ്ടായിരുന്നു, അതാ വൈകിയത്. മാഷ ഇത് അമ്പുസാക്ക, ഇത് അളിയൻ. ഞാൻ വഴിന്ന് കൂടിയത് അവരുടെ കൂടെ. എങ്ങനെ വന്ന്? ഒന്നും പറയണ്ട എന്റെ അമ്പുസാക്ക. ഇവർക്ക് ഇനി കോഴിക്കോട് എത്തണം. കോഴിക്കോടാ? ആ ബേപ്പൂര് വരെ എത്തിയാ മതിയാ? മതി, അതിനടുത്താ. ആ കുഞ്ഞോനെ, ബാങ്ക് കൈയും കൂടെ തന്നോളി. ഓക്കെ ബാഗ് ബാഗ് നോക്കണട്ടാ. എന്താണ് ഈ ഞങ്ങളൊരുമാതിരി കുട്ടികളോട് പറയുന്ന പോലെ? അപ്പൊ ഹാപ്പി ആയിട്ട് പോയിട്ട് വാ. എത്തിക്കഴിഞ്ഞാൽ വിളിക്കാൻ മറക്കണ്ട. പക്ഷെ നമ്പർ ഉണ്ടല്ലോ കയ്യിലുണ്ട്. അപ്പൊ നമുക്കിനി എവിടെയെങ്കിലും വെച്ച് കാണാം. എവിടെയെങ്കിലും അല്ല, മോന്റെ പിറന്നാളിന് ബിരിയാണി കഴിക്കാൻ ഞങ്ങൾ വരും. ആടിന് തന്നെ അർത്ഥലയാ. ഹാപ്പി ആയിട്ട് പോകും. താങ്ക് യു. ഉഷാറാക്കാം. ആയിക്കോട്ടെ.